ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡീസ് സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 2-ലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ പേര് കിരൺ. @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ആ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള PDF എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സിലബസ്, അവർക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ, ഇമ്പോർട്ടൻസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്, മാനേജ്മെന്റ് ഫങ്ഷൻസ്, അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, ഇത്രയും കാര്യമുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ കണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെന്റ്, അതിൽ സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, TQM, lean management, agile management, technology and innovation, organizational environment, cultural ethical decision making in management, corporate social responsibility, globalization and its challenges for managers. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, റിജിഡ് ആയിട്ടുള്ളതല്ല, അതായത് കുറെ കൂടി ലൂസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സയൻസിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ ഓക്കെ, E=MC² എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ E=MC² ആണ് എല്ലാ സ്ഥലത്തും. ജിയുടെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലാ സ്ഥലത്തും. ക്യാപിറ്റൽ G, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലാ സ്ഥലത്തും. ഇപ്പം എന്താ പറയാൻ വരുന്നത്, അതായത് നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന പോലെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ആളുകൾ നമുക്ക് മാനേജ് ചെയ്യണം. അങ്ങനെ ആളുകൾ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഓക്കെ, അതിനുള്ള രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരു കാര്യം പഠിച്ചിട്ട് ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സംഭവമില്ല. ഓക്കെ, മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ശരികൾ ഉണ്ടാവും, മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക ആക്ച്വലി. ഓക്കെ, ഇതിൽ ഏതാ ബെറ്റർ, ഇന്ന ആളുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ TQM അപ്രോച്ച് പ്രകാരം എങ്ങനെയാണ് ചെയ്യുക, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അപ്രോച്ച് പ്രകാരം എങ്ങനെയാണ് ചെയ്യുക, ലീൻ മാനേജ്മെന്റ് അപ്രോച്ചിൽ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യത്തെ പോർഷൻ മാനേജ്മെന്റ് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഓക്കെ, ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ മാനേജ്മെന്റ് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതിനെ ഡിഫറെന്റ് തോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതിന് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് അതിന്റെ ഫങ്ഷൻസ്, അതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ഈ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിവിധ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, 2 4 എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 5 കിട്ടും, 6 കിട്ടും, 7 കിട്ടും, ചിലപ്പോൾ 8 കിട്ടും. ഓക്കെ, അതെങ്ങനെ സാർ കിട്ടുക? അതിനുള്ള അപ്രോച്ചിന്റെ പേരാണ് സിസ്റ്റം അപ്രോച്ച്. ഒന്നെങ്കിൽ ആ രീതിയിൽ പോകാം, അല്ലെങ്കിൽ കണ്ടംപററി അപ്രോച്ച്, അല്ലെങ്കിൽ ആ രീതിയിൽ പോകാം, അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആ രീതിയിൽ പോകാം, അല്ലെങ്കിൽ ലീൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ അലൈൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് അപ്രോച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫുൾ കഥയായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ മെന്റാലിറ്റിയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ PSCയിൽ വരുന്ന പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അസേർഷൻ, റീസൺ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഭംഗിയായി ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് തന്നിട്ടുണ്ട്. ഒന്നിന്റെ പേര് അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, 10 മാർക്കാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി അടുത്ത പ്രശ്നം, സാർ സോഴ്സ് എവിടെ നിന്നാണ്? സോഴ്സ് എന്ന് പറയുന്നത് 2 സോഴ്സേ ഉള്ളൂ.
ഒന്നെങ്കിൽ ഫിലിപ്പ് കോട്ടലിന്റെ മാനേജ്മെന്റ് ബുക്ക് വായിക്കുക. ഓക്കെ, അത് മുഴുവൻ വായിച്ചിട്ട് മാനേജ്മെന്റിൽ MBA എടുക്കാനുള്ള ടൈമൊന്നും നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ, അല്ലെങ്കിൽ BBA എടുക്കാനുള്ള ടൈമൊന്നും നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ, വായിക്കേണ്ടവർക്ക് വായിക്കാവുന്നതാണ്. എന്ത് വായിച്ചില്ലെങ്കിലും NCERTയുടെ ബിസിനസ് സ്റ്റഡീസ് ബുക്ക് ഉണ്ട്, +1 +2. അത് രണ്ടും വായിച്ചാൽ തന്നെ ഒരുവിധപ്പെട്ട ഈ 10 10 20 അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ മാനേജ്മെന്റ് ആണെങ്കിലും ആ 10 10 20 ഒരു 18 മാർക്ക് വാങ്ങാനുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. ഒരു 2 മാർക്ക് അവർ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ. ഓക്കെ, ആ 2 മാർക്കിന്റെ പിന്നാലെ പോകാതെ എന്ത് ചെയ്യുക, 18 കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിൽ തരുന്ന നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഫൈൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ്, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, ഒക്കെ ഒരു ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഈ 3 ടോപ്പിക്സ് ഉണ്ട്. ഈ 3 ടോപ്പിക്സിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനുശേഷമായിരിക്കും ഈ 3 ടോപ്പിക്സും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ, ഒരു കേസ് സ്റ്റഡിയിലൂടെയാണ് ആ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ കേസ് സ്റ്റഡി അല്ല, ഇത് NCERTയിൽ കൊടുത്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റഡി ദ കേസ് സ്റ്റഡി. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാറ്റയെ കുറിച്ചാണ്, ജംഷഡ്ജി ടാറ്റ. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്മതിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇന്ത്യ മൊത്തം പൊളിച്ചിട്ടാണ് എന്ത് ചെയ്യണ്ടായിരുന്നത്, സ്വാതന്ത്ര്യം തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയുടെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ല, ആകെ പ്രശ്നത്തിലാണ്. അപ്പൊ എങ്ങനെ ബെറ്റർ ആവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നെഹ്റുജി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് പഞ്ചവത്സര പദ്ധതി. എന്താ ആവശ്യമുള്ളത് എക്കണോമിക്സിലേക്ക് പോകുന്നത്, റിലാക്സ് കേക്ക്. ഓക്കെ, അതിന്റെ പേരാണ് പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ജോലി കൊടുക്കണം. ആളുകൾക്ക് ജോലി കൊടുക്കണം, ആളുകൾക്ക് സാധനം കിട്ടണം. അങ്ങനെ സാധനം കിട്ടണമെങ്കിൽ എന്ത് വേണം, വ്യവസായം വേണം. അങ്ങനെ വ്യവസായം വേണമെങ്കിൽ 2 രീതിയിലുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഒന്നിന്റെ പേര് കൺസ്യൂമർ ഗുഡ്സ്, രണ്ടിന്റെ പേര് ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് സാറേ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, ചീപ്പ്, കണ്ണാടി, പാത്രങ്ങൾ, അതൊക്കെ എന്താ, കൺസ്യൂമർ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു മുതലാളിയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനത്തിന്റെ പേരാണ് ലാഭം. അപ്പൊ ലാഭം പെട്ടെന്ന് ഏതെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ടിക്ക് ചെയ്യാൻ പോകുന്ന ഓപ്ഷന്റെ പേരാണ് കൺസ്യൂമർ ഗുഡ്സ്. അതൊന്നാണ് പെട്ടെന്ന് ലാഭം കിട്ടുക. എന്താ സാറേ, ഇൻവെസ്റ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൽ ഇല്ല, കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്ന് ലാഭം കിട്ടാൻ എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രൈവറ്റിലെ ഒരാളും ഒക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിരുന്നില്ല. സർ, ക്യാപിറ്റൽ ഗുഡ്സിന് എക്സാമ്പിൾ സ്റ്റീല് വേണം, അലുമിനിയം വേണം, ഓക്കെ, അയൺ ഓറ് വേണം, അതായത് എന്താ നമ്മുടെ ഇരുമ്പയിര് വേണം. ഇതൊക്കെ ഉൽപാദനശാലകൾ ഉണ്ടാക്കണം. അതിന് ആരും റെഡിയല്ല. എല്ലാവർക്കും വേണ്ടത് അലുമിനിയം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു പാത്രം ഉണ്ടാക്കും. ഇരുമ്പയിര് കൊണ്ടുണ്ടാവും, അവർ ഇരുമ്പിന്റെ ഉൽപ്പന്നം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നാട്ടുകാർക്ക് കൊടുക്കും. അതിന് അവർ റെഡിയാണ്. ആര്, പ്രൈവറ്റുകാര്. അപ്പൊ ഗവൺമെന്റ് ആലോചിച്ചു, വേറെ എന്താ വഴിയുള്ളത്? ഒരു വഴിയില്ല, നമുക്ക് തന്നെ എന്ത് ചെയ്യാം. അങ്ങനെ അവർ ഭിലായ് ഉരുക്ക് നിർമ്മാണശാല തുടങ്ങി, ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല തുടങ്ങി. കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് ആളുകളുടെ സഹായത്തോടാണ് ചെയ്യുന്നത്. റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ, അങ്ങനെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് വ്യക്തി മാത്രം പറഞ്ഞു, എനിക്ക് ലാഭമല്ല വേണ്ടത്, എന്താണ്, ഇന്ത്യയുടെ പുരോഗതിയാണ്. ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഞാൻ വൻ രീതിയിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ആ മനുഷ്യന്റെ പേരാണ് JRD ടാറ്റ. ഓക്കെ, അപ്പൊ ആ ടാറ്റ ഉണ്ടാക്കിയ ആ സംഭവത്തിന്റെ പേരാണ് ടാറ്റ സ്റ്റീൽ. അപ്പൊ ഇന്ത്യയിൽ ഒരു ബിസിനസ്മാൻ എങ്ങനെയാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാവരും ചൂണ്ടിക്കാണിക്കുക അംബാനിയും അദാനിയും അല്ല, എല്ലാവരും ചൂണ്ടിക്കാണിക്കുക ടാറ്റ ആയിരിക്കും. അംബാനിയുടെ അദാനിയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും, ദേ ആർ ബിസിനസ്മാൻ. ഓക്കെ, പക്ഷെ ടാറ്റ എന്ന് പറയുന്ന പേരില് എന്താ പറയാ, പൈസയല്ല ഇമ്പോർട്ടൻ്റ് കാണുക. പൈസയെക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കാണുക റെസ്പെക്ട് ആയിരിക്കും. ആ റെസ്പെക്ട് കൊടുക്കുന്ന ഒരേ ഒരു ബിസിനസ്മാനെ പ്രധാനമായിട്ട് ഇന്ത്യയിലുള്ളൂ, അവരുടെ പേരാണ് ടാറ്റ. ആ ടാറ്റ ഉണ്ടാക്കിയ ആളുടെ പേരാണ് ജംഷഡ്ജി ടാറ്റ. ഓക്കെ അല്ലേ? ആ ടാറ്റ സ്റ്റീൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ
ഒരു സിസ്റ്റം പഠിക്കണമെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു എക്സാമ്പിളായിട്ട് ഒരാൾ എടുക്കണമെങ്കിൽ അയാൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ആളാണെന്നും എത്രത്തോളം വലിയ മനുഷ്യനാണെന്നും നമ്മുടെ സൊസൈറ്റിക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണെന്നും നമുക്കൊരു കാര്യം വേണ്ടേ. അതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, JRD ടാറ്റയുടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് മാനേജ്മെന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന, അനലൈസ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷന്റെ പേരാണ് ടാറ്റ സ്റ്റീൽ. ഓക്കെ. അപ്പൊ ഒരു ചോദ്യം, ടാറ്റ സ്റ്റീൽ ഒരു ഓർഗനൈസേഷൻ ആണ്, മാനേജ്മെന്റ് അറ്റ് ടാറ്റ സ്റ്റീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. മൊത്തം സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു നമുക്ക് അതിനെക്കുറിച്ച് വിഷയമില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഒരു കമ്പനി ഉണ്ട്. അത് പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം, പബ്ലിക് കമ്പനി ആയിരിക്കാം, ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തിയുടെ ആയിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം ആയിരിക്കാം. നിങ്ങൾ സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ആയി എന്ന് വിചാരിക്കും. ഓക്കെ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എവിടെയാ? സെക്രട്ടേറിയറ്റിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്കുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്? അല്ല. നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ബോസ് ഉണ്ടാവില്ലേ? ആ ബോസിന്റെ മുകളിൽ ബോസ് ഉണ്ടാവില്ലേ? ഓക്കെ. പിന്നെ അതിന്റെ മുകളിൽ ബോസ് ഉണ്ടാവില്ലേ? നിങ്ങളുടെ തൊട്ട് മുകളിൽ നിങ്ങളുടെ സീനിയർ ഉണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ എന്താണ് ആക്ച്വലി ടോപ്പ് ഹെഡ് ഉണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ ഒരു IAS ഓഫീസർ ഉണ്ടാവും. ഓക്കെ. അതിന്റെ മുകളിൽ എന്താണ് ഒരു സെക്രട്ടറി ഉണ്ടാവും. അതിന്റെ മുകളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാവും. പിന്നെ ചീഫ് സെക്രട്ടറി ഉണ്ടാവും. ഒരുപാട് പേരുണ്ടാവില്ലേ? ഓക്കെ അല്ലേ? ഒരു ചീഫ് സെക്രട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തത്തിലുള്ള എല്ലാ ഭരണ സംവിധാനവും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ എന്താ ഭരിക്കാൻ വേണ്ടിയുള്ള ആളുകളില്ലേ? മന്ത്രിമാരില്ലേ? എന്താ മുഖ്യമന്ത്രി ഇല്ലേ? അങ്ങനെ ഒരുപാട് പേരില്ലേ? നിങ്ങളുടെ താഴെ ആളുകളില്ലേ? ഓക്കെ. നിങ്ങൾ എൻട്രി ലെവൽ ജോബിലേക്കാണോ കയറാൻ പോകുന്നത്? അല്ല. അപ്പൊ നിങ്ങൾ കയറാൻ പോകുന്നത് എവിടേക്കാ? ഒരു മിഡിൽ ലെവൽ. അപ്പൊ ഇത് എൻട്രി ലെവലാണോ, മിഡിൽ ലെവലാണോ, അല്ലെങ്കിൽ എന്താ ടോപ്പ് ലെവലാണോ? ഓരോരുത്തർക്കും എന്താ പണി? ഓക്കെ. എൻട്രി ലെവൽ ജോബിന് നമ്മൾ വിളിക്കുന്നവരാണ് LGS. ഓക്കെ. അതേപോലെ ക്ലർക്ക്, അങ്ങനെയുള്ള ജോലികളൊക്കെ. അങ്ങനെയെങ്കിൽ അവർ ചെയ്യുന്ന അതേ പണിയാണോ ഒരു അസിസ്റ്റന്റ് ചെയ്യുക? അല്ല. ഒരു അസിസ്റ്റന്റ് ചെയ്യുന്ന അതേ പണിയാണോ ഒരു സീനിയർ അസിസ്റ്റന്റ് ചെയ്യുക? അല്ല. ഒരു സീനിയർ അസിസ്റ്റന്റ് ചെയ്യുന്ന അതേ പണിയാണോ ഒരു എന്താ പറയാ മാനേജർ ചെയ്യുക? അല്ല. ഒരു മാനേജർ ചെയ്യുന്ന അതേ പണിയാണോ ഓക്കെ ഒരു IAS ഓഫീസർ ചെയ്യുക? അല്ല. ഒരു IAS ഓഫീസർ ചെയ്യുന്ന അതേ പണിയാണോ ജോയിന്റ് സെക്രട്ടറി ചെയ്യുക? അല്ല. ജോയിന്റ് സെക്രട്ടറി ചെയ്യുന്ന അതേ പണിയാണോ സെക്രട്ടറി ചെയ്യുക? അല്ല. അപ്പൊ ഒരു ഹൈറാർക്കി വന്നില്ലേ? ഓക്കെ. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിൽ നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ. നമുക്കൊരു പരിപാടി നടക്കണം. ആ പരിപാടി നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ഓക്കെ. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കാം. ഇവരെ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ പരിപാടി നടത്താം? ഓക്കെ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, എങ്ങനെ ലക്ഷ്യം നടത്താം എന്നതിനെ പറയുന്ന പേരാണ് മാനേജ്മെന്റ്. ഓക്കെ അല്ലെ? 1200 പേജുള്ള ഫിലിപ്പ് കോട്ടറിന്റെ ബുക്ക് 5 മിനിറ്റ് കൊണ്ട് പറയണമെങ്കിൽ ഇതാണ് സംഭവം. അത്രേ ഉള്ളൂ മാനേജ്മെന്റ് കാര്യം. ഓക്കെ. ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. സാർ കുറെ നേരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ കടന്നിട്ടില്ല. ഓക്കെ. ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ തരണ്ടേ? ഓക്കെ. അങ്ങനെ 1868 ടാറ്റ ഗ്രൂപ്പ് ടാറ്റ സ്റ്റീൽ എന്ത് ചെയ്തു? ഉണ്ടാക്കി. ശരി. ഓക്കെ. ഇപ്പോൾ അത് 100 രാജ്യങ്ങളിൽ എന്താ അതിന്റെ ബ്രാഞ്ചസ് ഉള്ളതും 5 കോണ്ടിനെന്റ്, ഓക്കെ, 5 ഭൂഖണ്ഡങ്ങളിലുള്ളതുള്ള ഒരു വലിയ എന്താണ് ആക്ച്വലി ഒരു വലിയ എന്താ ബിസിനസ് കൺസേൺ ആണ്. ഓക്കെ. അങ്ങനെ ഒരു അത്രയും വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഓർഗനൈസേഷൻ എങ്ങനെ ഇത്രയും വലിയ ഒരു ലെവലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞൊരു മന്ത്രമുണ്ട്. ഓക്കെ. എന്താണ് സാർ മന്ത്രം? ഓം ശ്രീ ഹരിസ്വ. ഓക്കെ. കുട്ടൂസൻ ഡാഗിനി സിന്ദാബാദ്. അതാണോ? അല്ല. എന്താണ് മന്ത്രത്തിന്റെ പേര്? ഓക്കെ. വർക്കേഴ്സ് ഹാപ്പി ആയിരിക്കണം. സാറ്റിസ്ഫൈഡ് വർക്കേഴ്സ് ആയിരിക്കും വലിയ ബിസിനസ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. വെറും ലാഭം 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 എന്ന് പറഞ്ഞ് പോകരുത്. ബിസിനസ് എങ്ങനെയായിരിക്കണം? ഓക്കെ. നന്നായിട്ട് വരണമെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ബെറ്റർ ആവണമെങ്കിൽ, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിക്കോട്ടെ, അത് നടക്കണമെങ്കിൽ, ലക്ഷ്യം നേടണമെങ്കിൽ, ലാഭം ഉണ്ടാക്കണമെങ്കിൽ വർക്കേഴ്സ് എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ആയിരിക്കണം. ഈ പ്രിൻസിപ്പിളിൽ വിശ്വസിച്ചുകൊണ്ട് ഓക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയുടെ പേരാണ് ടാറ്റ, JRD ടാറ്റ. അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് സർ ചെയ്തത്? ഒന്ന്, വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇപ്പോൾ ഉള്ളവര് സാർ ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ കിട്ടും, ഓക്കെ, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കിട്ടുന്ന കാര്യമാണ്.
അതല്ല മക്കളെ. ഓക്കെ, നിയമം കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും ഒരു നിയമവും ഇല്ലാത്തപ്പോ കൊടുക്കണം എന്ന് യാതൊരു ഇതെന്തില്ല മാൻഡേറ്ററിയും ഇല്ലാത്തപ്പോൾ തന്നെ വർക്കേഴ്സിന് നിങ്ങൾ വർക്ക് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഗ്രാറ്റുവിറ്റി തരുന്നതായിരിക്കും. നിങ്ങളുടെ PF ഫണ്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, ഡോണ്ട് വറി, ഗ്രാറ്റുവിറ്റി ഉണ്ട്, PF ഫണ്ട് ഉണ്ട്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, മോളുടെ കല്യാണം അല്ലെങ്കിൽ മോന്റെ പഠനം, എന്തെങ്കിലും അത്യാവശ്യം വന്നു, ഡോണ്ട് വറി, ഗ്രാറ്റുവിറ്റി ഉണ്ട്, PF ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യൂ. ഓക്കെ, ഞാൻ നിങ്ങളെ കെയർ ചെയ്യാം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആര്, ജംഷഡ്ജി ടാറ്റ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ടാക്കി, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി, ഒരു വാല്യൂ ഉണ്ടാക്കി. സോ അതിന്റെ പേരെന്താ, TCOC. എന്താണ് ഈ TCOC? ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട്. അപ്പൊ ഒരു ടാറ്റ ഗ്രൂപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഏത് കോഡിലായിരിക്കും വർക്ക് ചെയ്യുക സർ? TCOCയിലാണ് വർക്ക് ചെയ്യുക. ഈ TCOC എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണോ? ഉറപ്പായിട്ടും ലോകത്തിന് തന്നെ മാതൃകയാണ്. ഓക്കെ, അതിൽ യാതൊരു എന്തില്ല, ഡൗട്ടില്ല. അപ്പൊ അദ്ദേഹം ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ് സിറ്റി ഓഫ് ജംഷഡ്പൂർ എന്ന് പറയുന്നത്. എന്താണ് സാർ ഈ സിറ്റി ഓഫ് ജംഷഡ്പൂർ എന്ന് പറഞ്ഞ കാര്യമുള്ളത്? ഓക്കെ, ഇതാണ് മഹാനായിട്ടുള്ള JRD ടാറ്റ. അദ്ദേഹത്തിന് ഭാരത് രത്ന കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഒക്കെ വിളിക്കാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ബിസിനസ് വേൾഡിൽ എങ്ങനെയാണ് തൊഴിലാളികളോട് പെരുമാറേണ്ടത്? ഓക്കെ, മുതലാളി എന്ന് കേട്ടാൽ തന്നെ ആകെ പ്രശ്നവും, എന്താ, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും തൊഴിലാളികളെ പിഴിയുന്നവരും, അവർക്ക് ജോലിക്ക് എന്താ ടൈം കൊടുക്കാത്തവരും, പ്രഷർ കൂട്ടുന്നവരും, ലാഭം ലാഭം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഫാമിലി ലൈഫ് നോക്കണ്ടെന്ന് പറയുന്നവരും ഇപ്പോഴത്തെ ആളുകൾ കണ്ടില്ലേ? ഓക്കെ, നിങ്ങൾ എന്തിനാ വീട്ടിലിരിക്കുന്നത്, 90 മണിക്കൂർ വർക്ക് ചെയ്യ് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ, ഓക്കെ, നോ പ്രോബ്ലം, എന്താണ്, നിങ്ങൾ സമാധാനം ഇരിക്കൂ, സാറ്റിസ്ഫൈ ആയിരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, നമ്മുടെ JRD ടാറ്റ. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ കോഡിന്റെ പേരാണ് TCOC, ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, ഇതാണ് സിറ്റി ഓഫ് ജംഷഡ്പൂർ. അപ്പൊ എന്റെ ചോദ്യം, ഓക്കെ, ഇത് റോക്കി ബായുടെ KGF സിറ്റി ഒന്നും അല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ജംഷഡ്പൂരിൽ എന്താണ് ആക്ച്വലി ഒരു സിറ്റിയാണ്. ഇത് മൊത്തം ഉണ്ടാക്കിയത് ആരാ? നമ്മുടെ ടാറ്റയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള നദി നോക്കിക്കേ, നദിയിൽ പൊല്യൂഷൻ ഉണ്ടാ ഇല്ല. അവിടെയുള്ള ഒരു വെള്ളം, ടാപ്പ് വാട്ടറിലുള്ള വെള്ളം നമുക്ക് നേരിട്ട് കുടിച്ചാൽ എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അത്രയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ എന്താണിത്, ഒരു കൺസ്ട്രക്ഷൻ സിറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താ, സ്റ്റീൽ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു കമ്പനിയാണ്. ഒരു കമ്പനിയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അതിന് കാരണം എന്തായിരിക്കും, അന്ന് വരുന്ന പുകയും പ്രശ്നങ്ങളും. പക്ഷെ ജംഷഡ്പൂരിൽ പോയാൽ എന്താ, അത്രയും സേഫ്റ്റിയാണ്, അത്രയും എന്താണ്, എന്താ പറയാ, പ്രോബ്ലമാറ്റിക് അല്ല. ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് എന്ത്, ജംഷഡ്പൂർ എന്ന് പറയുന്ന ഈ സിറ്റി. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ TCOCയിൽ നമ്മൾ എന്താണ് സാർ പഠിക്കാൻ പോകുന്നത്? ഒന്ന്, ഒരു ബിസിനസ് സംരംഭത്തിന് അല്ലെങ്കിൽ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമ്മളൊരു ബിസിനസ് സംരംഭം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാവില്ല, ഒരു കാര്യമില്ല എന്നാണ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്റ്റിലെ ഒന്നാമത്തെ പരിപാടി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രസ്സ് ഉണ്ടാക്കലാണ്. ഡ്രസ്സിൽ കളർ അടിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. കോട്ടൺ ഡ്രസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കളറിന് നമ്മളിങ്ങനെ നദിയിലേക്ക് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ നദി എന്ത് ചെയ്യും, മലിനീകരിക്കപ്പെട്ടു പോകില്ലേ, പൊല്യൂട്ടഡ് ആവില്ലേ? അങ്ങനെ പൊല്യൂട്ടഡ് ആവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചെലവായാലും കുഴപ്പമില്ല, നദിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം എന്താവണം, നല്ലതാവണം എന്ന് ബിസിനസ്സുകാർ വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള നദിയിലുള്ള പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ലേ? ഓക്കെ, എപ്പോഴും നിയമവും കൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പരിപാടിയാണോ? സ്വന്തമായിട്ട് മാറ്റം ഉണ്ടാവണ്ടേ? അതിന് ഇന്ത്യയിലെ എല്ലാവരും ഫോളോ ചെയ്യാൻ പറയുന്ന എന്താ, ഒരു അലിഖിത നിയമമാണ്. അലിഖിത നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ IPC, CRPC, പൊല്യൂഷൻ ആക്ട് അങ്ങനെയൊന്നും നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്നാര് പറഞ്ഞിട്ടുണ്ട്, ടാറ്റ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, ഓക്കെ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് എന്തിനാ, എക്കണോമിക് പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പൈസ വേണ്ട മക്കളെ. ഓക്കെ, അല്ലാതെ ബിസിനസ് നമുക്ക് നഷ്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വെറും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രം കൊണ്ട് നമുക്ക് ബിസിനസ് നടത്താൻ പറ്റില്ലല്ലോ. ലാഭം എന്തായാലും വേണ്ടേ? ഓക്കെ, അപ്പോൾ ഒരു ലാഭത്തിലും എക്കണോമിക്സ് പ്രോസ്പെറിറ്റിയിലും
ഒരു എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റിയിലും ഒരു സോഷ്യൽ ബെനിഫിറ്റിലും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ലാഭം ഉണ്ടാക്കിക്കോളൂ, വെറും ലാഭത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്? പണിയെടുക്കരുത്. ആ ലാഭത്തിന് വേണ്ടി മാത്രം പണിയെടുത്തിട്ട് പ്രകൃതിയെ മറക്കരുത്. അങ്ങനെ പ്രകൃതിയെ മറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായതുപോലെ എന്ത് വരും? പ്രളയം വരും. 2018 കേരളത്തിൽ ഉണ്ടായപ്പോൾ എന്ത് ചെയ്യും? പ്രളയം വരും. വയനാട്ടിൽ ഉണ്ടായപ്പോൾ എന്ത് ചെയ്യും? ഉരുൾപൊട്ടും, എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പൊ പ്രകൃതിയെ ഒപ്പം കൊണ്ടുപോകണം, ബാലൻസിങ്. ഓക്കെ, എക്കണോമിക് പ്രോസ്പെറിറ്റി, പൈസയും വേണം, ബാലൻസിങ്. അതിലൂടെ ജനങ്ങൾക്ക് എന്ത് വേണം? ബെനിഫിറ്റ് ഉണ്ടാവണം. ഉണ്ടാക്കിയ സാധനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്തുണ്ടാവാൻ പറ്റില്ല? പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, സാധനത്തിന്റെ പേരാണ് കൊക്കോകോള, പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഓക്കെ, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയത് കൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രഷറും ഷുഗറും വരുന്നുണ്ട്. ഓക്കെ, എങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എന്താ പറയുക, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മറിച്ച് എന്നോട് ചോദിക്കാം, സാർ ഞങ്ങൾക്ക് അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അവർ കഴിക്കുന്നു, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട്, ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണോ ശരി? അതോ ജനങ്ങളെ നേരെയുള്ള പാതയിലേക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോ എന്താ, പാൻ ഉണ്ട്, ഗുഡ്കയുണ്ട്. ഇപ്പൊ അജയ് ദേവ്ഗൺ, ഷാറൂഖ് ഖാൻ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യും? പാൻ ഗുഡ്കയുടെ ആഡിലൊക്കെ അവർ വരുന്നതായിരിക്കും. പക്ഷേ എന്താ, മഹേന്ദ്ര സിംഗ് ധോണി, MS ധോണി, കാർത്തിക് ആര്യൻ, ഒക്കെ ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾക്ക് എത്ര പൈസ തന്നു, സച്ചിൻ ടെണ്ടുൽക്കർ എത്ര പൈസ തന്നാലും ഞങ്ങൾ മദ്യത്തിന്റെയോ, മഹേന്ദ്ര സിംഗ് ധോണി അല്ല, സോറി, സച്ചിൻ ടെണ്ടുൽക്കർ, ഓക്കെ, മദ്യത്തിന്റെയോ അല്ലെങ്കിൽ എന്താ ഈ പാൻ ഗുഡ്കയുടെ ആഡിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആളുകൾ കഴിക്കുന്നതല്ലേ, കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടതിന് ശേഷം അതിന് വേണേൽ നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നതല്ലേ. പക്ഷെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം വേണ്ട മക്കളെ, വേണം. അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല? നടക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അല്ലാതെ ആളുകൾ എങ്ങനെ വേണമെങ്കിലും വെക്കോട്ടെ, അവർക്ക് വേണം എന്നതുകൊണ്ട് ഞങ്ങൾ എന്തും ഉണ്ടാക്കും, ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? അല്ല. ഓക്കെ, അപ്പൊ ആ കാര്യം മനസ്സിലായില്ല? മനസ്സിലായി. എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത്? ഒന്ന്, ടാറ്റ ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റിലെ ഒന്നാമത്തെ കാര്യത്തിന്റെ പേരാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കാര്യത്തിന്റെ പേരാണ് ബാലൻസ് ചെയ്യുക, ബാലൻസിങ്. ബാലൻസിങ്ങിൽ എന്തൊക്കെയാ ഉള്ളത്? എക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ട്, എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സോഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. ഇതിനെ മൂന്നിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ എന്ത് വരും? സൊസൈറ്റിക്ക് പ്രശ്നം വേണ്ടി വരും. ഓക്കെ അല്ലേ? ഈ ടാറ്റ ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റിൽ അദ്ദേഹം വിവിധ സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് വാങ്ങും. ഓക്കെ, അതിലുള്ളൊരു പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പുള്ള സ്ഥലത്തിന്റെ പേരാണ് ഒഡീഷ. ഓക്കെ, ഈ ടാറ്റ സ്റ്റീൽ, തായ്ലൻഡിലുള്ള ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് യുണിസെഫ്, ഓക്കെ, ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു UN ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതില് എന്താ, കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു രീതിയിലും ഞങ്ങളുടെ എന്താ ഒരു ബിസിനസ് സ്ഥാപനവും വർക്ക് ചെയ്യില്ല. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 30 കമ്പനികൾ യുണിസെഫിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കമ്പനിയാണ് എന്ത്? ടാറ്റ സ്റ്റീൽ തായ്ലൻഡ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, ടാറ്റ സ്റ്റീൽ യൂറോപ്പിന്റെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിലൂടെ UK-ല്, ഓക്കെ, അതായത് ബ്രിട്ടനില് എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റ്, ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക, സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാറ്റ നോക്കുന്നുണ്ട്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റിനെ എന്താ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത്, ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാൻ വേണ്ടിയിട്ടും കാർബൺ ഫുട് പ്രിന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, എന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ പ്രകൃതിക്ക് പ്രശ്നമാണ്. അപ്പൊ ആഗോള താപനത്തിൽ നിന്നുണ്ടാവും, കാരണം ഉണ്ടാവും. അങ്ങനെ ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അവരുടെ ടാറ്റയുടെ എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ISO 14001 സ്റ്റാൻഡേർഡുമായിട്ട് എന്താണ്? ബെറ്റർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഓ ഫൈൻ. ഓക്കെ, ഇതിലൂടെ അദ്ദേഹം ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ബിസിനസ് പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. സ്ട്രൈറ്റ് ഫോർവേഡ് ബിസിനസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ട് രണ്ട്. ഓക്കെ, എനിക്ക് ലാഭം വേണം, കറക്റ്റ്. എനിക്ക് ലാഭം മാത്രമല്ല വേണ്ടത്, എനിക്ക് എൻവയോൺമെന്റിനെ സംരക്ഷിക്കണം. എനിക്ക് എൻവയോൺമെന്റിനെ സംരക്ഷിക്കുക മാത്രമല്ല വേണ്ടത്. ഓക്കെ, എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല വേണ്ടത്,
ഞാൻ ഇത് മൂന്നും കൂടി എന്ത് ചെയ്യും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രവർത്തനം എന്തായിരിക്കും, സുതാര്യമായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഫാക്ടറി എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്, എൻ്റെ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്, എൻ്റെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ടാറ്റ ഉപ്പ് ഉണ്ടാക്കണമെങ്കിൽ ആ ഉപ്പ് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമിന്റെ പേരാണ്, ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റിയുടെ പേരാണ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ല, ഇത്രയും ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ, ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ മാനേജ്മെന്റ് കൺസെപ്റ്റ് ഓഫ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട് എന്നാണ് നമുക്കതിലുള്ളത്. ഒന്ന്, വർക്കർ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഉറപ്പായിട്ടുള്ളതല്ലേ. ഓക്കെ, സാറ്റിസ്ഫൈഡ് വർക്കേഴ്സ് അല്ലേ ഒരു കമ്പനിയെ ബെറ്റർ ആക്കുക. അതെ. രണ്ടാമത്തെ, ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ സിറ്റീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും സാർ ജംഷഡ്പൂർ ബിൽഡ് ചെയ്തു, ഓക്കെ, ഇൻഡസ്ട്രിയൽ സിറ്റി ബിൽഡ് ചെയ്യണം. പക്ഷെ അത് ടാറ്റ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റിൽ ഇൻഡസ്ട്രിയൽ സിറ്റി ബിൽഡ് ചെയ്യണമെന്ന് ഉറപ്പായിട്ടുണ്ടാ ഇല്ല. ഓക്കെ, നമ്മളിവിടെ പഠിച്ചു ജംഷഡ്പൂർ എന്ത് ചെയ്തു, പുള്ളി ബിൽഡ് ചെയ്തു, കറക്റ്റ് തന്നെയാണ്. പക്ഷെ ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ടാറ്റയുടെ മാനേജ്മെന്റ് പരിപാടിയിൽ നമ്മൾ എന്താ സിറ്റീസ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാ ഇല്ല. അപ്പൊ അവിടെ പറയും സാർ ഒഡീസി ആയിട്ട് എന്ത് ചെയ്തു, പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, കറക്റ്റ്. ഓക്കെ, എന്തിലാ പാർട്ട്ണർഷിപ്പ് വരാന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, എക്കണോമിക്സ് പ്രോസ്പെറിറ്റി കൊടുക്കും. രണ്ടാമത്തെ, എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. മൂന്നാമത്തെ, സോഷ്യൽ ബെനിഫിറ്റ് കൊടുക്കും. ഇതിലൂടെ എന്ത് കിട്ടും, കമ്മ്യൂണിറ്റിക്ക് വെൽഫെയർ കിട്ടും. ഇതാണ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്ടോ. ഓക്കെ, എങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പൊ എന്റെ ചോദ്യം, പ്രോഫിറ്റ് വേണോ, എക്കണോമിക് ബെനിഫിറ്റ് വേണോ? വേണം മക്കളെ, അതില്ലാത്ത പരിപാടി ഇല്ല, പൈസ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. പക്ഷെ പ്രോഫിറ്റിനെ ഒന്നും നോക്കാതെ ഏറ്റവും കൂടുതൽ മാക്സിമൈസ് ചെയ്യുക, അങ്ങനെയാണോ ടാറ്റ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. ഓക്കെ, അവ രണ്ടുമില്ല മൂന്നുമില്ല. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ മാനേജ്മെന്റ് കൺസെപ്റ്റ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാ പറയാൻ പോകുന്നത്? 1ഉം 4ഉം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് 1 and 4. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ ഞാൻ ഇത്രയും കഥ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, ഇതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു സർട്ടൻ ലെവൽ ഓഫ് പ്രിൻസിപ്പിൾ, ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുണ്ടാക്കി, ഒരു 4 റൂൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 4 റൂളിന്റെ പേരാണ് എന്ത്? മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന സംഭവത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ പേരാണ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, ഇന്ത്യയിൽ എവിടെ കൊലപാതകം ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരാളെ മർഡർ ചെയ്തു കഴിഞ്ഞാലും, രണ്ടും ഒന്നല്ലേ, ഒരു പാസിന് പറഞ്ഞാണ്. ഓക്കെ, ഒരു മർഡർ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് BNS, ഓക്കെ, BNSS എന്നൊക്കെ പറയുന്നുണ്ട്, റൂൾസ് ഉണ്ട്, ഭാരതീയ ന്യായ സംഹിതയുണ്ട്. അത് പ്രകാരമാണ് നിങ്ങളെ ശിക്ഷിക്കുക. ഓക്കെ, അത് ഇന്ത്യയിൽ എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലാതെ ഡൽഹിക്ക് ഭാരതീയ ന്യായ സംഹിത ഡൽഹി, ഭാരതീയ ന്യായ സംഹിത കേരളം, BNS എന്ത് കർണാടക, അങ്ങനൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഇത് മൊത്തം കഥയാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓരോരുത്തർക്കും അവരോട് ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മാനേജ്മെന്റ് ഓരോരുത്തർക്കും അവരോട് ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. നിങ്ങളാകെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 1 സെക്കൻഡ്. നിങ്ങളാകെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 4 റൂൾസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റൂൾസിന്റെ പേരാണ് എന്ത്? മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ടാറ്റയുടെ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയുള്ളതാണ്? ടാറ്റയുടെ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ വിളിക്കുന്ന പേരാണ് ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട്. ഇത് പ്രകാരമാണോ ടാറ്റയുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുക? അതെ. അംബാനിയുടെ ഓർഗനൈസേഷൻ ഇത് പ്രകാരമാണോ വർക്ക് ചെയ്യുക? ആവാം, ആവാതിരിക്കാം. ഓക്കെ, പക്ഷെ അംബാനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവും. ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇതുപോലെയാണോ വർക്ക് ചെയ്യുക? ആവാം, ആവാതിരിക്കാം. എന്താ സർ, ഒരു നമ്മൾ കൊച്ചി മെട്രോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, ആ കൊച്ചി മെട്രോയ്ക്ക് നമ്മൾ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുക അല്ല. ഒരു ഗവൺമെന്റ് ആളുകള് ഒരു KSRTC ബസ് നമ്മൾ ആരും പോകാത്തൊരു വഴിയിൽ വെച്ചെന്ന് വിചാരിക്കും. അവിടെ ആകെ 10 പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് ബസ്സിന്റെ ആവശ്യമുണ്ട്. അവിടെ പ്രൈവറ്റ് ആൾ ആരും വരില്ല എന്ന് വെച്ചാൽ നമ്മൾ KSRTC അവിടെ ഓടിക്കണ്ടേ? ഗവൺമെന്റ് അതിന് വർക്ക് ചെയ്യണ്ടേ? അത് ലാഭത്തിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക?
കറക്റ്റ്. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഒരു ബിസിനസ്സിന് എക്കണോമിക്സ് പ്രോസ്പെക്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, യുറേനിയം ആണ് ഉപയോഗിക്കുന്നത്, എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, സോഷ്യൽ ബെനിഫിറ്റ്, ചിലപ്പോൾ ആ സ്ഥലത്തെ സൊസൈറ്റിക്ക് എന്ത് വരും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. സർ ഫോർ എക്സാമ്പിൾ, ഒരു കാർഡ് മാറ്റിയിട്ട് അവിടെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അവിടെ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിൽ അവിടെയുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി പാർപ്പിക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, ഇപ്പൊ മുംബൈയിൽ നമുക്ക് എന്തുണ്ട്, ധാരാവി ഉണ്ട്, ധാരാവി. ഓക്കെ, ധാരാവി ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ലാലായിട്ട് എന്ത് ചെയ്തു, ധാരാവി ഒഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒഴിച്ചു കളഞ്ഞല്ല, എന്ത് ചെയ്തു, ഒഴിപ്പിച്ച്. ഓക്കെ, എങ്കിൽ ആ ധാരാവിയുള്ള ആളുകളെ മാറ്റിയാലേ അവിടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അവിടെ നാളെ മാറ്റണ്ടേ. അപ്പൊ അവർക്ക് ചിലപ്പോൾ സോഷ്യൽ ബെനിഫിറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞു എന്ന് വരും. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു മിക്സ്ചർ. ഓക്കെ, ഇനി വീണ്ടും എന്റെ ചോദ്യം, നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കൂ, ഇപ്പൊ എന്തിനാ വെറുതെ സാമ്പാറിലേക്ക് വരുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക? അല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സാമ്പാർ ഒരേ രീതിയിലാണ് ഉണ്ടാക്കുക? അല്ല. എങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓക്കെ ചില കഷ്ണങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ, മുരിങ്ങക്കായ, ഉള്ളി, തക്കാളി തുടങ്ങിയ കഷ്ണങ്ങൾ. ഓക്കെ, നമ്മൾ എല്ലാവരും ഈ കഷ്ണങ്ങൾ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും അതിൻ്റെ കോമ്പിനേഷനും ഒക്കെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ബേസ് ഒരുവിധം കോമൺ ആയിരിക്കും, പക്ഷെ യൂസ് ചെയ്യുന്ന രീതി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ എൻ്റെ സാമ്പാറും സാമ്പാർ തന്നെ, നിങ്ങളുടെ സാമ്പാറും സാമ്പാർ തന്നെ. മാനേജ്മെന്റിന് ബേസ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുന്നു തീരുമാനിച്ച് എന്തായി, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആയി. ഓക്കെ, അപ്പൊ കിരൺ ആണെങ്കിൽ എന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അരുൺ ആണെങ്കിൽ അരുണിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, പ്രിയ ആണെങ്കിൽ പ്രിയയുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലെ, മാധുരി ആണെങ്കിൽ മാധുരിയുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അങ്ങനെ ഒരുപാട് ഉണ്ടാവുമോ? ഒരുപാട് ഉണ്ടാവും. ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സാമ്പാറാണെങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ഉണ്ടാവുമോ? ഉണ്ടാവും. എങ്കിലും അവരവർക്ക് അവരവരുടെ ഇതിൽ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് മാനേജ്മെന്റ് കൺസെപ്റ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ആരെയോ കോൺസെൻട്രേറ്റ് ചെയ്യുക, ടാറ്റയെ. എന്തുകൊണ്ടാ? ഏറ്റവും ബെസ്റ്റ് സാമ്പാർ ഉണ്ടാക്കിയത് ടാറ്റയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേര് പറഞ്ഞ് എന്നാലും ഒരാളുടെ അല്ലേ ബെസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ സദ്യക്ക് പോയാലും നമുക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ. ഓക്കെ, അതേപോലെ മാനേജ്മെന്റ് ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ടാറ്റയുടെ നമുക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് ആയി പഠിക്കാൻ പറ്റുക. ഇപ്പൊ ഒരു ഐഡിയ വരുന്നുണ്ട് എന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത്. ഓക്കെ അല്ലേ മക്കളെ, വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ ഫാക്ട് ബേസിൽ ഇങ്ങനെ പറയാനൊന്നുമില്ല, ഫുൾ കഥയാണ്. കഥ നന്നായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസേ ഓക്കെ അതിനനുസരിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യും, എന്താ അതിന്റെ പേര്, ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വെറി ചെയ്യാതെ ഒരു കഥ കേൾക്കുന്ന പോലെ എന്ത് ചെയ്യുക, കേട്ടുകൊണ്ടേ ഇരിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ മാനേജ്മെന്റ് എന്താന്നുള്ളത് ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏത് കമ്പനി വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് ഹാൻഡ്ലൂം ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, ഒരു ബാർബർ ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ. ഓക്കെ, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോയി, അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലാഭത്തിനാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ജനങ്ങളെ സേവിക്കാനല്ലേ? ആണ്. അവിടെ ഒരു മാനേജ്മെന്റ് റൂൾ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? കൃത്യമായ സമയം തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു 10 to 5 അല്ലെങ്കിൽ 9 to 5 ഇതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഇതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം തൽക്കാലം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്കൊരു ഫയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, തീർത്തു കൊടുക്കണം. ഓക്കെ, 3 കൈക്കൂലി വാങ്ങാൻ പറ്റില്ല. ജനങ്ങളുടെ സേവനമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ അവരോട് എന്ത് ചെയ്യണം, ബഹുമാനത്തോടെ സംസാരിക്കണം. ഓക്കെ, ഡെയിലി പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. നിങ്ങളുടെ പണി കൃത്യമായി ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു ജോലി തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഗവൺമെന്റ് ജോലിയിലിരിക്കെ വേറൊരു ജോലിയും എന്ത് ചെയ്യരുത്, ഇടപെടരുത്. അപ്പൊ നിങ്ങൾ കുറെ റൂൾസ് ആയില്ലേ, അതിന്റെ പേരാണ് എന്ത്, മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അതെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷനിൽ വന്നൂടെ, ഒരു ഗവൺമെന്റ് സെക്ടറിൽ വന്നൂടെ, അല്ലെങ്കിൽ എന്താ പറയാ, ആളുകളുടെ സേവനത്തിന് വേണ്ടിയിട്ട് NGOs ഉണ്ടാവുമല്ലോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാവില്ലേ, അവരായാലും അല്ലെങ്കിൽ നമ്മുടെ എന്താ ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായാലും അതിലേത് ഇൻഡസ്ട്രി ആയാലും നമുക്ക് എന്ത് വേണം, മാനേജ്മെന്റ് വേണം. ഇത്രയും മനസ്സിലായോ?
ഓക്കെ. അപ്പൊ ടാറ്റയുടെ മാനേജ്മെന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ എന്താ പറയാ? ഒന്ന്, വർക്കർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, ഓക്കെ, എക്കണോമിക് പ്രോസ്പെറിറ്റിയും എൻവയോൺമെന്റൽ എന്താണ് സ്റ്റെബിലിറ്റിയെയും അതേപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും മിക്സ് ചെയ്ത് വേണം നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഓർഗനൈസേഷനോട് ചെയ്യാൻ പറയുന്ന രീതി. എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ അത്ര കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ആദ്യം എന്താ പറയുക? ഓക്കെ, തൊട്ടടുത്ത വീട്ടില് നല്ലവനായ ഉണ്ണിയുണ്ട്, ആ നല്ലവനായ ഉണ്ണിയെ കണ്ടുപിടിക്കി. ഓക്കെ, അവൻ എന്താ ചെയ്യണ്? ബെറ്റർ ആയില്ലേ? അവന് കിട്ടി എന്ത്? ഗൂഗിളില് മാസം എന്ത് 5 ലക്ഷം രൂപയ്ക്ക് ശമ്പളം, അവൻ ഓസ്ട്രേലിയയിൽ പോവുകയാണ്, അവൻ കാനഡയിൽ പോവുകയാണ്, നീ എന്താ ചെയ്ത് എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു നല്ലവനായ ഉണ്ണി വേണ്ടേ? ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ മാനേജ്മെന്റിലെ നല്ലവനായ ഉണ്ണി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന ആളുടെ പേരെന്താ? ജംഷഡ്ജി ടാറ്റ, ടാറ്റ കോഡ് ഓഫ് കണ്ടക്ട്. ഇത്രയും കാര്യം ഓക്കെ ആയ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഇയാൾ എന്താ പറഞ്ഞു? ഞാൻ കഥ പറഞ്ഞു. ഓക്കെ, ആ കഥനെ ഹരോൾഡ് കൂൺസും ഹെയ്ൻസ് വിൽറിച്ചും എന്ത് ചെയ്തു? ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതി. ഓക്കെ, അയാളല്ലേ പറഞ്ഞ് സാമ്പാർ എല്ലാവരും വെവ്വേറെ രീതിയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്? അതെ. ഓക്കെ, അപ്പൊ അവരുടെ ഡെഫിനിഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രാവലിയും എം ജിയും ന്യൂപോർട്ട് എന്ത് ചെയ്തു? ഡെഫിനിഷൻ പറഞ്ഞു. സോ അവർ മാത്രമേ ഉള്ളൂ? അല്ല. ഓക്കെ, ക്രീറ്റ്നർ എന്ത് പറഞ്ഞ്? ഡെഫിനിഷൻ പറഞ്ഞു. സോ ഞങ്ങൾ എല്ലാ ഡെഫിനിഷനും പഠിക്കണം. ഒരുപാട് പേരുടെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ NCERT-യിലുള്ള ഒരു 3 ഡെഫിനിഷൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് നമുക്ക് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് മനസ്സിലാക്കാം. ആദ്യം ഞാൻ ഹരോൾഡ് കൂൺസിന്റെയും ഹെയ്ൻസ് വിൻട്രിച്ചിന്റെയും എക്സ്പ്ലനേഷൻ ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് എഫിഷ്യന്റ്ലി അക്കംപ്ലിഷ് സെലക്ടഡ് എയിംസ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ശരി സർ, സമ്മതിച്ചു. ഓക്കെ, ആ പ്രോസസ്സിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരുന്നു. സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഇരിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിലാണ് എങ്കിൽ ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ മാത്രം ചെയ്തത് കൊണ്ട് ഓക്കെ ഒരു പണി നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വർക്കിന്റെ ഒരു പാർട്ടാണ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ നിങ്ങൾക്കൊരു ബോസ് ഉണ്ടാവും. നിങ്ങളുടെ മുകളിൽ ബോസ് ഉണ്ടാവും. നിങ്ങളുടെ താഴെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിരണായ ഞാനൊരു വഴിക്ക് പോകുന്നു, ഓക്കെ, സുധീഷ് ഒരു വഴിക്ക് പോകുന്നു, അരുൺ ഒരു വഴിക്ക് പോകുന്നു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷ്യം നേടണം. എന്താണ് ലക്ഷ്യം? സർ എന്താ ലക്ഷ്യം? ഓക്കെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ലക്ഷ്യം അല്ല. നിങ്ങളോട് ലക്ഷ്യം എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവും, മോനെ അല്ലെങ്കിൽ മോളെ ഇതാണ് പരിപാടി, ഇതാണ് ലക്ഷ്യം, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു IT കമ്പനിയിൽ പോയി TCS എടുക്കാം, അതാണ് ലീഡിങ്. ഓക്കെ അല്ലേ? ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. അവിടെ നിങ്ങൾ പോയി. ഓക്കെ, നിങ്ങൾ ഒരു എൻട്രി ലെവലിലാണ് പോയിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പായി കൂടിയതിനു ശേഷം നിങ്ങളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിന് നിങ്ങൾ ക്ലയന്റിന് അയച്ചു കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ ഒരു പരിപാടിയും ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? ഒരു ഗ്രൂപ്പിലാണ്. എയിം എന്താ നിങ്ങളുടെ? ഓക്കെ, TCS കമ്പനിയെ ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ആക്കിയിട്ട് മാറ്റാം.
ഇതാണ് നിങ്ങളുടെ എയിം. ഓക്കെ, ആ എയിമിന് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയതിനു ശേഷം ഞാൻ എൻ്റെ 5 ലക്ഷം രൂപ സാലറി 10 ലക്ഷമായി മാറ്റും എന്നതാണോ, അതോ നിങ്ങൾ കമ്പനിക്ക് ലോയലായി ഇരിക്കുന്നുള്ളതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാൻ പോണ കാര്യം എന്താ, ഞാൻ കമ്പനിയെ വളർത്തും, എന്നെക്കാളും കൂടുതൽ ഞാൻ ആരെ നോക്കുക, കമ്പനിയാണ് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ഡൗട്ട്, സാർ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, എനിക്ക് അവിടെ പോയാൽ വേണ്ട എന്താ, സാലറിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ്, കമ്പനിക്ക് വേണ്ടത് നിങ്ങളുടെ വർക്കാണ്. ഇതിനെ രണ്ടിനെയും കൂടി മാനേജ് ചെയ്യണ്ടേ, അതിന്റെ പേരാണ് മാനേജ്മെന്റ്. ഇത്രയുള്ളൂ. ഓക്കെ അല്ലേ? അതിന്റെ പേരാണ് മാനേജ്മെന്റ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടാവും. ചിലർക്ക് സാർ എങ്ങനെയാ ഞാൻ അടുത്ത പ്രാവശ്യം കാനഡയിൽ പോകുന്നതായിരിക്കും, ചിലർക്ക് എങ്ങനെയാ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടുമോ, ഓക്കെ എൻ്റെ ഫാമിലിയോടൊപ്പം എന്ത് ചെയ്യണം, ജീവിക്കണം എന്നായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളെയും മറികടന്ന് ഒരു കുറെ ആളുകളെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം, ഓക്കെ അല്ലേ, അവരെ കൊണ്ട് അവരുടെ എയിം മാറ്റിച്ച് എന്താണോ ആ കമ്പനിക്ക് ആവശ്യമുള്ളത് ആ എയിം, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മാനേജ്മെന്റ് എന്നാണ് ആര് പറയുന്നത്, ഹരോൾഡ് കൂൺസും ഹെയ്ൻസ് വിൽറിച്ചും പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആയ? ഓക്കെ, ഹരോൾഡ് കൂൺസും ഹെയ്ൻസ് വിൽറിച്ചും. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്, ആക്ച്വലി മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് എഫിഷ്യൻ്റ്ലി അക്കംപ്ലിഷ് സെലക്ടഡ് എയിംസ്. മനസ്സിലായ? ഓക്കെ, ഈ ഒരു ഐഡിയ കിട്ടിയ? അതെ. അപ്പൊ അവര് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോ ഒന്നാമത്തെ കാര്യം, ഷെയർഡ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാളെന്ന് തോന്നുന്നു എന്തോ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ, അപ്പൊ ഉടനെ അവനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, ഓക്കെ എന്ന് പറയല്ല. ഗ്രൂപ്പ് എല്ലാവരും കൂടിയിട്ട് പ്രശ്നമുണ്ട്, ഓക്കെ, ഇറ്റ്സ് അവർ കോമൺ പ്രോബ്ലം, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം? ഒരാളെ മാറ്റി നിർത്തല്ല, ഒരുമിച്ച് നിർത്താണ്. എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, എല്ലാവർക്കും അവരുടേതായ ഡിസിഷൻ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും തോന്നും എൻ്റെ ആണ് ശരി എന്നുള്ളത്, എങ്കിലും എല്ലാവരെയും വിളിച്ചു വരുത്തി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു ഇരുത്തി, മോനെ നിന്റെയും ശരിയാണ്, ഓക്കെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവരുടെ സ്കിൽ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത്, ഓരോരുത്തർക്കുള്ള സ്കില്ലായിരിക്കില്ല, വേറെ ഉണ്ടാവില്ല. ഓക്കെ, ഒരാൾക്ക് നന്നായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക്, ഓക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡാറ്റ എൻട്രി വളരെ വർക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡാറ്റ എൻട്രി കറക്റ്റായി ചെയ്യാൻ പറ്റി എന്ന് ഉണ്ടാവില്ല, പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ ബോസിന്റെ പണി എന്താ, ഓരോരുത്തർക്കും എന്തൊക്കെ പണി കൊടുക്കാം, പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പണി കൊടുക്കുക എന്നുള്ള പണിയല്ല, എന്ത് വർക്ക് കൊടുക്കാം എന്നെന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതിനു വേണ്ടിയിട്ട് 4 കാര്യങ്ങൾ വർക്കിംഗ് ടുഗദറിൽ നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യത്തിന്റെ പേര് ഷെയർഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഞാൻ വീണ ഗ്രൂപ്പ് മൊത്തം എന്ത് ചെയ്യണം, കൂടെ നിൽക്കണം, അല്ലാതെ പോയിട്ട് ഇവനാണ് പ്രശ്നം കൊണ്ട് അവൻ ഓടിക്കുന്ന പരിപാടിയല്ല. ഓക്കെ, രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ നല്ല ഇഫക്റ്റീവ് ആയിരിക്കണം, നന്നായി സംസാരിക്കാൻ അറിയണം, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. ഓക്കെ സാർ, അപ്പൊ ഒരു ഇൻട്രോവേർട്ട് ആണ്, ഇപ്പൊ ആകെ ഇൻട്രോവേർട്ടിന്റെ ആണല്ലോ റീൽസ് ആണ് ആകെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രോവേർട്സ് എന്ത് ചെയ്യും, സംസാരിച്ചേ പറ്റുള്ളൂ മക്കളെ. ഓക്കെ, അടുത്ത എന്താ, യൂട്ടിലൈസേഷൻ ഓഫ് സ്കിൽസ്, ഓരോരുത്തരുടെ സ്കില്ലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രമിക്കണം. അതിലൂടെ എല്ലാവരുടെ ഡിസിഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുവരണം. എങ്കിൽ എന്തായി, മാനേജ്മെന്റ് ആയി. ഇതാണ് ഹരോൾഡ് കൂൺസും ഹെയ്ൻസ് വിൽറിച്ചും പറഞ്ഞിട്ടുള്ള എന്ത്, അവരുണ്ടാക്കിയിട്ടുള്ള സാമ്പാർ. ക്ലിയർ? ഇനി ഇതേ കാര്യത്തെ റോബർട്ട് എൽ ട്രിൽവിയും MG ന്യൂപോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്താ നോക്കാം. ഓക്കെ, അവര് പറഞ്ഞ് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യമാണ്. ഒന്നിന്റെ പേര് പ്ലാനിങ്, ഒന്നിന്റെ പേര് ഓർഗനൈസിങ്, ഒന്നിന്റെ പേര് ആക്ച്വേറ്റിംഗ്, ഒന്നിന്റെ പേര് കൺട്രോളിങ്. ഓക്കെ, അതിന് നമുക്ക് സ്റ്റാഫിൽ നിന്നൊക്കെ വരും. എന്ന് വെച്ചാൽ ഈ പരിപാടിയിലൂടെ, ഈ 4 പരിപാടി, പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഓക്കെ എന്ന് പറയുന്ന 4 പരിപാടിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസോഴ്സസിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെ റിസോഴ്സസ്, എന്തെങ്കിലും മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ അത്. മെറ്റീരിയൽ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്ത് സാധനം വേണമെങ്കിൽ ആവാം. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയതുകൊണ്ട് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, കണക്ഷൻ, വയേഴ്സ്, ഓക്കെ, സോഫ്റ്റ്വെയർസ് അതെല്ലാം എന്തുണ്ടായിരിക്കും? റിസോഴ്സ് ആയിരിക്കും. ഇതെല്ലാം ചെയ്യാൻ ഹ്യൂമൻസ് വേണ്ടേ? ഓക്കെ, അപ്പൊ മനുഷ്യന്മാരും വേണം. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ റിസോഴ്സിനെയും മനുഷ്യന്മാരെയും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണം. ഒരാൾ പണിയെടുക്കുന്നുണ്ട്, ഓക്കെ, 10 മണിക്കൂറായി പണിയെടുക്കണം, പക്ഷെ ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഒരാൾ 2 മണിക്കൂറേ പണിയെടുക്കണുള്ളൂ, കാര്യം നടന്നിട്ടുണ്ട്, നമുക്ക് കാര്യം നടന്നാൽ മതി. ഓക്കെ, കാര്യം ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം? നടക്കണം. എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം? നടക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രോസസ് ഫോളോ ചെയ്യണം. ആ പ്രോസസ്സിന്റെ പേരെന്താ? പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത് പിന്നീട് വളർന്നതിന് ശേഷം ഇങ്ങനെയായിട്ട് മാറി. അതിനെ വിളിച്ച പേരാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് പ്രധാനമായിട്ട് ആരുടെ കോൺട്രിബ്യൂഷനാ? റോബർട്ട് എൽ ട്രുൽവിയുടെയും MG ന്യൂപോർട്ടിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4, 5 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നിന്റെ പേര് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല മക്കളെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീക്ക്ലി ടൈം ടേബിൾ വേണ്ട, എന്താ പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് നമ്മൾ വീക്ക്ലി ടൈം ടേബിൾ ഇടുന്നില്ലേ? അപ്പൊ പ്ലാനിങ് ആയില്ലേ? ഓർഗനൈസിംഗ് പറഞ്ഞാൽ എന്താ? വീക്ക്ലി അങ്ങോട്ട് ടൈം ടേബിൾ വന്ന്, പക്ഷെ അത് എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഏത് ദിവസം എന്താ ചെയ്യേണ്ടത് എന്ന് വേണ്ടി ഓർഗനൈസ് ചെയ്യണ്ടേ? അതിന്റെ പേരാണ് ഓർഗനൈസിങ്. ഓക്കെ, അടുത്ത എന്താ? സ്റ്റാഫിങ്. നമ്മൾ ടൈം ടേബിൾ വന്നു, ഇപ്പൊ ഞാന് നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഇടുന്നുണ്ട്? മാനേജ്മെന്റ്, ഇപ്പൊ മാനേജ്മെന്റ് ഇടുന്നുണ്ട്, അതേപോലെ കേരള ഡെവലപ്മെന്റ് മോഡൽ, കേരള മോഡൽ ഡെവലപ്മെന്റ് അതും ഇടുന്നുണ്ട്. അത് മാത്രം പോരല്ലോ, ബാക്കി പഠിക്കണ്ടേ? ഹിസ്റ്ററി പഠിക്കണ്ടേ? ജോഗ്രഫി പഠിക്കണ്ടേ? അതിനൊക്കെ എന്താ ചെയ്യുക? അപ്പൊ വേറെ സാറുമാരുണ്ടല്ലോ, ഓക്കെ, അവരെ നോക്കണ്ടേ? അതിന്റെ പേരാണ് ഒരു പണിക്ക് ആരാണോ വേണ്ടത് അയാളെ ഏൽപ്പിക്കുക, സ്റ്റാഫിങ്. ഓക്കെ, ഇനി ഡയറക്റ്റിംഗ്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, മക്കളെ ഇങ്ങനെ ചെയ്യും, മക്കളെ അങ്ങനെ ചെയ്യും, ഓക്കെ, ഇതാണ് ബെറ്റർ എന്ന് നിങ്ങൾ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യണ്ടേ? അതിന്റെ പേരാണ് ഡയറക്റ്റിംഗ്. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, എന്ത് പറഞ്ഞു? ഞാൻ കുറച്ചു നേരം മൊബൈൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാന്ന് വിചാരിച്ചു. റീൽസ് നോക്കി തുടങ്ങിയത് 9 മണിക്കാണ്. ലാസ്റ്റ് റീൽസ് ഒന്ന് നോക്കി കഴിഞ്ഞ് വിചാരിച്ച് നോക്കുമ്പോൾ 11 മണിയായി. 2 മണിക്കൂർ പോയില്ലേ? ഓക്കെ, എങ്കിൽ ഒരു കൺട്രോളിങ് വേണ്ടേ? ഒരു കൺട്രോളിങ്ങും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജീലോ ജാവോ സിമ്രാൻ ജീലോ അപ്നി സിന്ദഗി എന്ന് ദിൽവാല ദുൽഹന ലേ ജായെങ്കിൽ പറഞ്ഞ പോലെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവോ മക്കളെ? ഓക്കെ, നിങ്ങൾ എന്നെ പറ, ശരിയാവില്ലല്ല, എന്തോ പ്രശ്നമുണ്ടല്ല. കറക്റ്റ്. ഓക്കെ, എങ്കിൽ ഈ രീതിയിൽ എന്തിനെ കൺട്രോൾ ചെയ്യണം? ഹ്യൂമൻസിനെയും മനുഷ്യന്മാരെയും. ഓക്കെ, മനുഷ്യന്മാരെയും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ചെയ്യണം. അതേപോലെ മെറ്റീരിയൽസിനെയും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതിലൂടെ നമ്മൾ എന്ത് അറ്റൈൻ ചെയ്യുന്നതായിരിക്കും? ഓക്കെ അല്ലെ? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും? അറ്റൈൻ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, രണ്ടുപേരും സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബേസിക് ആയ കുറെ കാര്യമുണ്ട്. എയിംസ് അറ്റൈൻ ചെയ്യണം, ഓക്കെ, പ്ലാൻ ചെയ്യണം, ഒരു പ്രോസസ് ഉണ്ടാവണം, ഓക്കെ, അവിടെ ഡിസൈനിങ് ഉണ്ട്. എങ്കിലും പറഞ്ഞ രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ഗ്രൂപ്പിൽ വരണം എന്ന് പറഞ്ഞു, ഒന്ന് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ആരുടെയാണ് ഏറ്റവും നല്ല സാമ്പാർ നമുക്ക് എന്ത് ചെയ്യാൻ ഇത് എന്ത് ചെയ്യണം? തീരുമാനിക്കണ്ടേ? കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ സാർ ഏതാ ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ? ഞങ്ങൾ ഒരു ഡെഫിനേഷൻ പഠിച്ചാൽ മതിയോ? അടുത്ത പ്രശ്നം. ഓക്കെ, ഇത് മാത്രമല്ല, ടോട്ടൽ ഡെഫിനേഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എന്തുണ്ട്? ഒരുപാട് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് NCERT കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ 3 പേരുടെ ഡെഫിനേഷൻ ഒരു പച്ച വെള്ളം പോലെ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതൊന്നാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? മൂന്നാമത്തെ ആരാ? മൂന്നാമത്തെ ആളുടെ പേരാണ് ക്രീറ്റ്നർ. ക്രീറ്റ്നർ എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണ്. ശരി, വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ്. ഓക്കെ, ഇത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ പണിയെടുക്കണ്ട, ബാക്കിയുള്ളവർ കൊണ്ട് എന്ത് ചെയ്യുക? പണിയെടുപ്പിക്കുക. ഓക്കെ, പണി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവനാണോ രാജാവാവുക, അതോ ബാക്കിയുള്ളവരെ കൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് പണിയെടുപ്പിക്കുന്നവനാണോ രാജാവാവുക? നിങ്ങൾ തന്നെ പറ. ഓക്കെ അല്ലേ? കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് രാജാവാവണമെങ്കിൽ കാട്ടിലെ രാജാവ് ആരായിരിക്കണം? കഴുതി ആയിരിക്കണം മക്കളെ. കഴുതയല്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഓക്കെ, കാട്ടിൽ രാജാവ് കഴുതയല്ല. കാട്ടിൽ രാജാവ് ആരാണ്? സിംഹമാണ്. സിംഹം
അതെന്താ സിംഹം രാജാവാനുള്ള കാരണം? സിംഹത്തിന്റെ പണിയെടുക്കുക എന്നുള്ളതല്ല, ബാക്കികളെ കൊണ്ട് എന്ത് ചെയ്യണം? പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സിംഹത്തിന്റെ ജീവിതം നിങ്ങൾ നാഷണൽ ജോഗ്രഫി കണ്ടിട്ടുണ്ടാകും. സിംഹത്തിന് ചുറ്റും ഒന്നുണ്ടാവും, ഒരു ഹേർഡ് ഉണ്ടാവും. ഹേർഡ് എന്ന് വെച്ചാൽ ഒരു കുറെ കൂട്ടം ഉണ്ടാവും. പ്രധാനമായിട്ട് പെൺസിംഹങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ സിംഹത്തിന്റെ പണി എന്താ? ആൺസിംഹത്തിന്റെ പണി എന്താ? ഓക്കെ, മുളം നീ അവിടെ പോട്ടാ, ആ ഭാഗത്ത് പോയി എന്ത് ചെയ്യുക? ഇര പിടിച്ചിട്ട് വരിക. ആ മുളം നീ അങ്ങോട്ട് പോട്ടാ, മുളം നീ ഇങ്ങോട്ട് പോട്ടാ. എല്ലാരും കൊണ്ട് എന്ത് ചെയ്യും? ഇര പിടിച്ചിട്ട് വരും. ഇന്നെന്ത് കിട്ടി? എത്ര kg ഉണ്ട്? 15 kg. ശരി, ഓക്കെ, നീ ഇത്ര എടുത്തോ, നീ ഇത്ര എടുത്തോ, നീ ഇത്ര എടുത്തോ. ഓക്കെ, ബാക്കിയുള്ളത് എന്ത്? എനിക്ക്. ഇത്രേ ഉള്ളൂ. ഇതാണ് പരിപാടി. ഓക്കെ, എന്ന് വെച്ചാൽ അതുകൊണ്ട് പുള്ളിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? കാടൽ രാജാവാക്കിയിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അതന്നെയാണ് ആര് പറഞ്ഞത്? ഫ്രീഡം പറഞ്ഞത്. മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വർക്കിംഗ് വിത്തും ഉണ്ട്, ത്രൂ ഉണ്ട്. വെറുതെ കമാൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരാൾ ഡൗട്ട് ചോദിക്കില്ലേ, അവിടെ പോയ പ്രശ്നം എങ്ങനെ ചെയ്യുക? ഓക്കെ, അവിടെ കുറെ എന്തുണ്ട്? നരികളുണ്ട്, ഹൈനാസ് ഉണ്ട്, അവരെങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുക? അവിടെ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ അപ്പൊ സിംഹം എനിക്കറിയില്ല, നീ ഇഷ്ടപോലെ ചെയ്യുക, അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഗൈഡ് പറഞ്ഞു കൊടുക്കും വേണം. അപ്പൊ നിങ്ങളൊരു ബോസ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ്, നിങ്ങളുടെ താഴെ ആളുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അവർക്ക് നിങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ പോയ ഉടനെ ഓക്കെ നോട്ടിഫിക്കേഷൻ എന്താ പറയാ എല്ലാം കിട്ടി, ഓക്കെ PSC ജോബൊക്കെ വന്നു, ജോബിന്റെ എന്താ പറയാ പേപ്പർ കിട്ടി, എന്നിട്ട് അവിടെ പോയി യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടു